ഇത് കൂടുതൽ ഫയർ യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ടോ? എപ്പോഴാണ് ഈ തീപിടുത്തം തുടങ്ങിയിരിക്കുന്നത്? അവിടെ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? ലക്ഷ്മി, ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ ഏകദേശം 15-ലധികം ഫയർ യൂണിറ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, കാലിക്കറ്റ് കരിപ്പൂർ എയർപോർട്ടിലെ അഗ്നിശമന വാഹനം ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ വ്യാപ്തിയിലും കൂടുതൽ ശക്തിയിലും തീയണയ്ക്കാൻ, വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വാഹനം ഇവിടെ എത്തിച്ചിട്ടുള്ളത്. നിരവധി ഫയർ യൂണിറ്റുകൾ ഉള്ളപ്പോഴും ആ വാഹനം എത്തിച്ചത് വളരെ വേഗത്തിൽ, ഗൗരവത്തോടെ തന്നെ ഈ വിഷയത്തിൽ വളരെ പൊടുന്നനെ ഇടപെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അതായത് ഇതിൻ്റെ വ്യാപ്തിയും ഗൗരവവും ആ തരത്തിൽ തന്നെ ഇത് തീയണയ്ക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ പൊടുന്നനെ തന്നെ തീ അണയ്ക്കണം, അല്ലെങ്കിൽ നഗര ഹൃദയത്തിലുള്ളതാണ്, മറ്റിടങ്ങളിലേക്കൊക്കെ തീ ഒരുപക്ഷെ വ്യാപിക്കാം. ആ ആശങ്കയ്ക്ക് അറുതി വരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കൂടുതൽ ഫയർ യൂണിറ്റുകൾ, മാത്രമല്ല എയർപോർട്ടിലെ ഫയർ യൂണിറ്റ് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടുള്ള വ്യാപകമായ വലിയ തരത്തിലുള്ള ഒരു തീ അണയ്ക്കൽ പ്രവർത്തനം നടത്തുന്നത്. ആശങ്കപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. ഒരിടത്ത് അണച്ച തീ വീണ്ടും കത്തുന്നു വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിട്ട് ഈ ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ളത്, ഈ തീ അണയ്ക്കുന്നവർക്ക് മുന്നിലുള്ളത്. എന്തായാലും കൂടുതൽ ഫയർ യൂണിറ്റുകൾ നഗരത്തിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങളിലും കൂടിയാണ് ഫയർഫോഴ്സിൻ്റെ അധികാരികൾ. എന്തായാലും കൂടുതൽ യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തുന്നു എന്നുള്ളതാണ്. എന്നാലും വ്യാപാരികളുടെ ആശങ്ക മറ്റിടങ്ങളിലേക്ക് ഇത് എത്തുമോ, ഈ തീ പടരുമോ എന്നുള്ള ആശങ്കയാണ് ഇപ്പോഴുള്ളത്. എന്തായാലും തീ കെടുത്താൻ, നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ഈ നമ്മൾ കാണുന്ന കാഴ്ചയിൽ ഇതിൻ്റെ മുകൾ നില പൂർണ്ണമായും കത്തി അമർന്നതാണ് കാണാൻ കഴിയുന്നത്. അതിൻ്റെ മേൽക്കൂര ഉൾപ്പെടെ പൂർണ്ണമായും കത്തി, അതിൻ്റെ താഴ്ഭാഗങ്ങളും പൂർണ്ണമായും കത്തുന്നു. നേരത്തെ ഏകദേശം നിയന്ത്രണ വിധേയമാക്കിയ ഭാഗങ്ങൾ വീണ്ടും തീ പടരുന്നു എന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട് ലക്ഷ്മി. എന്നാലും അത് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. മറ്റേ ഈ ടിൻ ഷീറ്റുകളൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായും തീ പിടിച്ച് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുന്ന ആളുകളെ, വ്യാപാരികൾ ആശങ്കപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്ന വ്യാപാരികളുണ്ട്, പോർട്ടർമാരുണ്ട്, മറ്റ് ബസ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ, നിരവധി ആളുകളുണ്ട്. നഗരത്തിലെ മറ്റിടങ്ങളിലുള്ള ആളുകളൊക്കെ ഉണ്ട് ഈ ആശങ്ക, ഈ വാർത്ത കേട്ട് ഇവിടെ എത്തിച്ചേർന്ന്. അവരോടൊക്കെ തന്നെ പ്രദേശത്ത് നിന്ന് മാറാനുള്ള ഒരു ശ്രമമാണ് പോലീസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. എന്തായാലും തീ വ്യാപിക്കുന്നു, ഈ നിയന്ത്രണ വിധേയം എന്നൊക്കെ പറയുമ്പോൾ തന്നെ തീ വ്യാപിക്കുന്നു എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്.